എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സൂപ്പർ പൊസിഷൻ തിയറം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ട്സ് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 9 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഒരു സഹായത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സൂപ്പർ പൊസിഷൻ പോലുള്ള അല്ലെങ്കിൽ തെവനിയൻ തിയറം പോലുള്ള തിയറങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഈ പറയുന്ന സൂപ്പർ പൊസിഷൻ തിയറത്തിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സൂപ്പർ പൊസിഷൻ തിയറം കാണാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആവും. ഓക്കെ, അപ്പം നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം എന്താണെന്ന് നോക്കാം. എന്താണ് സൂപ്പർ പൊസിഷൻ തിയറം? ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ബെഡ്റൂം കൺസിഡർ ചെയ്യണം. ഇതൊരു ബെഡ്റൂമാണ്, നമ്മുടെ ബെഡ്റൂമാണ്. സോ ഇവിടെ ഒരു എയർ കണ്ടീഷൻ ഉണ്ട്, AC ഉണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. അപ്പം ഈ AC നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൂൾ ആക്കുന്നുണ്ട്. അതേസമയം ഒരു ഉച്ചയ്ക്ക് ശേഷം പുറത്തുള്ള വെയിൽ എന്തുണ്ട്, ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റും ഇതിലേക്ക് അടിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ അതായത് ഏകദേശം ഒരു ആഫ്റ്റർനൂൺ സൺ, ഇതൊരു ആഫ്റ്റർനൂൺ സൺ ആണെന്ന് കൺസിഡർ ചെയ്യാം. ആഫ്റ്റർനൂൺ സൺ, ഉച്ചയ്ക്ക് ശേഷമുള്ള സൂര്യൻ. സോ ആ ഗ്ലാസിന്റെ ഉള്ളിലൂടെ ഏകദേശം ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് കൂടുതലായിട്ട് നമുക്ക് ഈ റൂമിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ സൂര്യൻ നമുക്ക് ഈ റൂമിലേക്ക് നമുക്ക് തരുന്നത്. സോ ഇവിടെ AC ഉണ്ട് അല്ലെ, AC ഉണ്ടെന്ന് പറഞ്ഞു. ACന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചറിനെ 15 ഡിഗ്രിയോളം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ACന്റെ ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പ്രശ്നമുണ്ട്, നമ്മൾ ഈ രണ്ടും ഒരുപോലെ, അതായത് ഈ രണ്ട് സാധനങ്ങളും നമുക്ക് ടോട്ടൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ടോട്ടൽ ടെമ്പറേച്ചർ നമുക്ക് ഒരുപോലെ ആക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്തുള്ളത് കണ്ടുപിടിക്കും. അതായത് ഇപ്പം AC ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 15 ഡിഗ്രി സെൽഷ്യസ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ സൂര്യൻ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ 10 ഡിഗ്രി സെൽഷ്യസോളം കൂടുതലായിട്ടാണ് ഇതിൽ ടെമ്പറേച്ചർ വരുന്നത് പറഞ്ഞു. ടോട്ടൽ ടെമ്പറേച്ചർ, എഫക്റ്റീവ് ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. സോ എന്ത് ചെയ്യണം, ടോട്ടൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അതായത് എന്താ ചെയ്യേണ്ടത്, സ്റ്റെപ്പ് വണ്ണില് നമ്മൾ സണ്ണിന്റെ എഫക്റ്റ്, അതായത് സൂര്യൻ തരുന്ന ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് മാത്രമായിട്ട്. സോ ചെക്ക് ദ സൺസ് എഫക്റ്റ് എലോൺ, സൂര്യന്റെ എഫക്റ്റ് മാത്രം നമ്മൾ ചെക്ക് ചെയ്യും. സോ AC അപ്പൊ എന്ത് ചെയ്യും, ആ സമയത്ത് AC ഓഫ് ആക്കും, AC ഓഫ് ചെയ്യും. ആ സമയത്ത് എന്ത് സംഭവിക്കും, റൂമിൽ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ചൂട് നമുക്ക് കൂടുതലാണെന്ന് മനസ്സിലായി. AC ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ചെയ്യുന്നത്. അതായത് സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ സൂര്യന്റെ എഫക്റ്റ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ സമയത്ത് AC നമ്മൾ ഓഫ് ചെയ്തിട്ടു. ക്ലിയർ ആണല്ലോ. ഇനി സ്റ്റെപ്പ് 2 ചെയ്യുന്ന സമയത്തോ അവിടെ നമുക്ക് ACന്റെ എഫക്റ്റ് മാത്രം വെച്ചു, AC എഫക്റ്റ് എലോൺ. അവിടെ നമ്മൾ എന്ത് ചെയ്തു, സൂര്യന്റെ ആ ഒരു ഇതിനെ തടഞ്ഞു. അല്ലെങ്കിൽ സണ്ണ് നൈറ്റ് ടൈമിലാണെന്ന് വെക്കാം. നൈറ്റ് ടൈമിൽ സൂര്യൻ ഇല്ലല്ലോ. ആ സമയത്താണ് നമ്മൾ നോക്കുന്നത്, സൂര്യൻ ഇല്ല, സൺ ഇല്ലാത്ത സമയത്ത്. സോ അവിടെ നമുക്ക് മനസ്സിലായി, അവിടെ 15 ഡിഗ്രിയോളം നമുക്ക് അവിടെ എന്തുണ്ട്, ടെമ്പറേച്ചറിന് കുറവ് വരുന്നുണ്ട്. നമ്മൾ ഈ രണ്ട് എഫക്റ്റുകളും നമ്മൾ ആഡ് ചെയ്യാണ്. അതായത് ആഡ് ദീസ് എഫക്ട്. സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് എഫക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തു. സോ ആഡിങ് ദീസ് 2 എഫക്ട്സ് എങ്ങനെ വരും, ആദ്യം +10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സൂര്യൻ മാത്രമുള്ള സമയത്ത്, പ്ലസ് ഇവിടെ നമ്മൾ AC മാത്രമുള്ള സമയത്ത് -15 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സോ അതിന്റെ നെറ്റ് എഫക്ട് എന്ത് വരും, +10 പ്ലസ് -15 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരുമ്പോൾ എന്ത് വരും, 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. ഇപ്പൊ ഇവിടെ നെറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് 5 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ, 5 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്ക് പിടികിട്ടി. ഇത് നമ്മൾ സൂര്യന്റെയും AC യുടെയും കേസിൽ പറഞ്ഞ സമയത്ത് ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതേപോലെ
ഇതേപോലെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ വരുന്ന സമയത്ത് എന്താണ് ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് എടുക്കുകയാണ്. ഒരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സർക്യൂട്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് വോൾട്ടേജ് സോഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. അപ്പം ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സ് ഒക്കെ തന്നിട്ട് ഒരു സർക്യൂട്ടിലെ ഏതെങ്കിലും വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ കറണ്ട് ഇപ്പൊ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒറ്റയടിക്ക് അല്ലെങ്കിൽ രണ്ടെണ്ണം വരുന്ന സമയത്ത് സോൾവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് പകരം സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത് നമ്മൾ ആദ്യം ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രം നിലനിർത്തിയിട്ട് മറ്റേതിനെ ഓഫ് ചെയ്തിടുക. എന്നിട്ട് ആ പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കുക എത്രയാന്നുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് ആ രണ്ടാമത്തേത് മാത്രം അവിടെ നിലനിർത്തിയിട്ട് മറ്റേത് ഓഫ് ചെയ്തിടുക. അപ്പൊ ആ സമയത്തുള്ള ഐ ആണെങ്കിൽ ഐ കണ്ടുപിടിക്കുക. ടോട്ടൽ എന്ത് ചെയ്യുക, ആദ്യം കിട്ടിയ ഇപ്പൊ ഐ ഡാഷും ഐ ഡബിൾ ഡാഷും കൊടുത്ത് ആദ്യം കിട്ടിയ ഐ ഡാഷ് പ്ലസ് ഐ ഡബിൾ ഡാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ആ ഏതിലൂടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ടോട്ടൽ കറണ്ട് കിട്ടുന്നതാണ്. സോ പറയുന്നത് ഇൻ എനി ലീനിയർ ബൈലാറ്ററൽ electrical network containing two or more independent sources, the current through അല്ലെങ്കിൽ voltage across any element is the algebraic sum of the current through അല്ലെങ്കിൽ voltage across that element produced by each independent source acting alone. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ ബൈലാറ്ററൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ രണ്ടോ അതിലധികമോ വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു എലമെന്റിലൂടെ ഒഴുകുന്ന കറണ്ടോ അല്ലെങ്കിൽ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അതിൽ ഇൻഡിപെൻഡന്റ് സോഴ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. എന്ത് ചെയ്യും, ഓരോ സോഴ്സുകളും ഒറ്റയ്ക്ക് ആക്ട് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് അവസാനം എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും, സം ചെയ്യും. അതാണ് പറയുന്നത്. ഓക്കെ, ഓരോന്നും സ്വന്തമായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്തുള്ളത് കണ്ടുപിടിക്കും, എന്നിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യും, സം ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ സൂപ്പർ പൊസിഷൻ തിയറം നമുക്ക് പറയുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് മനസ്സിലാവുന്നു. ഓക്കെ, എന്താണ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഒന്നുകൂടി പറയാം, ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ റെസിസ്റ്ററും അതുപോലത്തെ കപ്പാസിറ്റർ പോലത്തെ ചെറിയ, അതായത് ചേഞ്ചസും വരുത്താതെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്കാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഡയോഡൊന്നും ഇല്ലാത്ത സാധാരണ ഒരു നെറ്റ്വർക്ക്, റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ ഉള്ള സാധാരണ ഒരു നെറ്റ്വർക്ക്. അപ്പൊ അതില് രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റിലൂടെ മാത്രം പോകുന്ന കറണ്ടോ അല്ലെങ്കിൽ അതിന് അക്രോസ് വീഴുന്ന വോൾട്ടേജോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഓരോ സോഴ്സുകളും ഒറ്റയ്ക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക, ഓരോ സോഴ്സുകളും ഒറ്റയ്ക്ക് വെച്ചിട്ട്. അപ്പം ഒരു സോഴ്സ് മാത്രം വെക്കുന്ന സമയത്ത് രണ്ട് സോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സോഴ്സ് ആദ്യം ആക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ഓഫ് ചെയ്താൽ മറ്റേ സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കുക. അങ്ങനെ രണ്ടും കൂടി എന്ത് ചെയ്യുക, അവസാനം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കിട്ടും. അതാണ് സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാന്നുള്ളത്. ഓക്കെ, സോ അത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെ, ഒരു കോംപ്ലക്സ് സർക്യൂട്ട് ആണ്, അവിടെ മൾട്ടിപ്പിൾ പവർ സോഴ്സുകൾ ഉണ്ട്, ബാറ്ററിയോ കറണ്ട് സോഴ്സോ ഒക്കെ പോലത്തെ മൾട്ടിപ്പിൾ പവർ സോഴ്സുകൾ ഉണ്ട്. സോ ടോട്ടൽ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, സിംപ്ലി ദ സം ഓഫ് ദി എഫക്ട്സ് കോസ്ഡ് ബൈ ഈച്ച് സോഴ്സ് വർക്കിംഗ് വൺ അറ്റ് എ ടൈം. ഒരു സമയത്ത് ഇപ്പൊ രണ്ടിൽ കൂടുതൽ സോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഒരെണ്ണം മാത്രം നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്ന എഫക്റ്റുകൾ എന്ത് ചെയ്താൽ മതി, സം ചെയ്താൽ മതി. ആ സമയത്ത് വൈൽ ഓൾ അതർ സോഴ്സസ് ആർ ടെമ്പററി ടേൺ ഓഫ്, ടെമ്പററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടേൺ ഓഫ് ചെയ്ത് വെക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് ആണ് എന്ന് വെച്ചാൽ റെസിസ്റ്റർ ഒക്കെ തന്നെയുള്ളൂ. ഇവിടെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ നമുക്ക് ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരു കറണ്ട് സോഴ്സ് ആണ്, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റർ ഇപ്പൊ R1 R2 R3 ഇതിലൂടെ ഒഴുകുന്ന കറണ്ടാണ് ഈ R1 R3 ഒഴുകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെയാണ് ഈ സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത്? ആദ്യം നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സ് മാത്രം വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ ഓഫ് ചെയ്യും. ആ സമയത്ത് കിട്ടുന്ന ഈ കറണ്ട് നമുക്ക് I ഡാഷ് എന്ന് വിളിക്കാം. I ഡാഷ് കണ്ടുപിടിക്കും എത്രയാന്നുള്ളത്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കറണ്ട് സോഴ്സ് മാത്രം വെക്കും സർക്യൂട്ടിൽ, എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ ഓഫ് ചെയ്യും, വോൾട്ടേജ് സോഴ്സിനെ ഓഫ് ചെയ്ത് വെക്കും. ആ സമയത്തുള്ള കറണ്ട് എന്താണോ അത് കണ്ടുപിടിക്കും, I ഡബിൾ ഡാഷ്. എന്നിട്ട് ലാസ്റ്റ് ഈ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണ്ടേ, ഈ R3 പോകുന്ന അത് കണ്ടുപിടിക്കാനായിട്ട് I is equal to I ഡാഷ് പ്ലസ് I ഡബിൾ ഡാഷ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് കിട്ടും. അതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ സൂപ്പർ പൊസിഷൻ തിയറം? സോ അതിൽ എങ്ങനെയാണ് ഈ സോഴ്സുകളെ ഓഫ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വോൾട്ടേജ് സോഴ്സ് ആണ് അല്ലെങ്കിൽ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓഫ് ചെയ്യുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ടായിരിക്കും. അതായത് യു റീപ്ലേസ് ഇറ്റ് വിത്ത് എ വയർ. ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഭാഗം, ആ വോൾട്ടേജ് സോഴ്സ് ഉള്ള ഭാഗത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാം. അതുപോലെ കറണ്ട് സോഴ്സ് ആണെങ്കിൽ യു ഡിസ്കണക്ട് ഇറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യുക. അതായത് ഓപ്പൺ സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുക, ഓഫ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം R1 R2 R3 ഇതൊരു കറണ്ട് സോഴ്സ് ആണ്, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? സൂപ്പർ പൊസിഷൻ തിയറം അനുസരിച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സോഴ്സ് മാത്രം നിലനിർത്തിയിട്ട് മറ്റേ സോഴ്സിനെ ഓഫ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ സ്റ്റെപ്പ് 1ലേക്ക് മാറ്റുന്ന സമയത്ത് സ്റ്റെപ്പ് 1ൽ വോൾട്ടേജ് സോഴ്സ് മാത്രം വെക്കും. വോൾട്ടേജ് സോഴ്സ് മാത്രം നമ്മൾ നിലനിർത്താൻ പോവാണ്. അപ്പൊ എന്ത് വരും? റെസിസ്റ്ററിനൊന്നും ഒരു മാറ്റമില്ല, അവിടെ ഉണ്ട്. ഈ വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഉണ്ട്, ഈ റെസിസ്റ്റർ ഇവിടെ ഉണ്ട്. ഈ നമ്മുടെ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യും? നമ്മളവിടെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. അവിടെ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെടുത്ത് മാറ്റും. അപ്പൊ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് വെക്കും. ഓപ്പൺ സർക്യൂട്ട് എന്ന് വെച്ചാൽ പിന്നെ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല അല്ലെ? ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അതാണ് ഓപ്പൺ സർക്യൂട്ട്. അത് ഇങ്ങനെ ചെയ്തിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസും അതിനുശേഷമുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം ഇതിൽ കണ്ടുപിടിക്കേണ്ട കറണ്ട്, ഇതിലൂടെ പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിലെ കറണ്ട് I ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ നമുക്ക് കിട്ടും, I ഡാഷ് എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്തത് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ എന്ത് വരും? കറണ്ട് സോഴ്സിനെ മാത്രം നമ്മൾ വെക്കണം. കറണ്ട് സോഴ്സ് മാത്രം വെക്കുമ്പോൾ എങ്ങനെയാ? നമ്മുടെ റെസിസ്റ്റൻസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. കറണ്ട് സോഴ്സ് ഇവിടെ ഉണ്ട്, ഈ റെസിസ്റ്റൻസ് ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെയാണ് വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞേ? യു റിപ്ലേസ് ഇറ്റ് വിത്ത് എ വയർ. ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ആ വോൾട്ടേജ് സോഴ്സിനെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് അവിടെ ഒരു വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. സോ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ R1 R2 R3 ഒക്കെ സീരീസ് പാരലൽ കോമ്പിനേഷനിലേക്ക് കൊണ്ടുവന്ന് അതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കും. അതിന് നമ്മൾ പഠിച്ച വോൾട്ടേജ് ഡിവൈഡർ റൂളോ അല്ലെങ്കിൽ കറണ്ട് ഡിവൈഡർ റൂളോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കണ്ടുപിടിക്കുക. അപ്പൊ ആ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് അല്ലെങ്കിൽ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മനസ്സിലായല്ലോ? കറണ്ട് സോഴ്സ് നമ്മൾ ഒരു ഓപ്പൺ സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓഫ് ചെയ്യുക. വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഓഫ് ചെയ്യുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പ്രധാനമായിട്ടും കണ്ടീഷൻ പറയുന്നത് ഒരു സൂപ്പർ പൊസിഷൻ തിയറം നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കണ്ടീഷനുകളാണ്. എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം അല്ലെ? ലീനിയർ ആയിരിക്കണം എന്ത്? സർക്യൂട്ട്. സർക്യൂട്ട് എലമെന്റ്സ്, റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ മസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് വോൾട്ടേജ് ഓർ കറണ്ട്. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് അതുപോലെ ഇൻഡക്ടൻസും കപ്പാസിറ്റർ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കണം അതിന്റെ വാല്യൂ. അത് നമ്മൾ വോൾട്ടേജോ അല്ലെ കറണ്ട് കൊടുക്കുന്നതനുസരിച്ച് ചേഞ്ച് ആവാൻ പാടില്ല. നമ്മൾ അത്തരത്തിലുള്ളൊരു സർക്യൂട്ടാണ് നമ്മൾ ലീനിയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ എലമെന്റ് കണ്ടക്ട് ഈക്വലി വെൽ ഇൻ ബോത്ത് ഡയറക്ഷൻ. ഇപ്പം റെസിസ്റ്റൻസ് ആണെങ്കിലും ഇൻഡക്ടൻസ് ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും നമ്മൾ രണ്ട് സൈഡിൽ നിന്നും സപ്ലൈ കൊടുത്താലും അതിന് ഈ വാല്യൂവിന് പ്രത്യേകിച്ച് ഒരു മാറ്റം വരാൻ പാടില്ല. സോ മെയിൻ എക്സാമ്പിൾ ആണ് റെസിസ്റ്റർ. രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സപ്ലൈ കൊടുത്താൽ
അതിന്റെ വാല്യൂവിന് യാതൊരു ചേഞ്ച് വരാൻ പാടില്ല. അതാണ് ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്തരം സർക്യൂട്ടുകളാണ് ബൈലാറ്ററൽ സർക്യൂട്ട്. നമ്മൾ ഓൾറെഡി ബേസിക് ക്ലാസ്സിൽ അല്ലെങ്കിൽ ബേസിക് ടേംസ് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു. പിന്നെ എലിമിനേഷൻ ഓഫ് അതർ സോഴ്സസ്. നമ്മൾ ഒരു സോഴ്സ് അവിടെ നിലനിർത്തിയിട്ട് മറ്റേ സോഴ്സുകളൊക്കെ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? വെൻ അനലൈസിംഗ് ദ എഫക്ട് ഓഫ് എ സിംഗിൾ സോഴ്സ്, ഓൾ അതർ ഇൻഡിപെൻഡന്റ് സോഴ്സസ് മസ്റ്റ് ബി റീപ്ലേസ്ഡ് ബൈ ദർ ഇന്റേണൽ റെസിസ്റ്റൻസ്. എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും. അവിടെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 0 റെസിസ്റ്റൻസ് ആണ് അവിടെ വരുന്നത്. ഇനി ഐഡിയൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു ഓപ്പൺ സർക്യൂട്ട് വഴിയാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്യുന്നത്. അത് ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതിലൂടെ കറണ്ട് പോവുകയില്ല. ക്ലിയർ ആണല്ലോ? സോ പ്രധാനമായിട്ടുള്ള ഈ കണ്ടീഷൻസും ഓർത്തിരിക്കുക. എങ്ങനെയാണ് ഓരോ സോഴ്സ്, അതർ സോഴ്സിനെ എങ്ങനെയാണ് അത് ഓഫ് ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്ന് നോക്കാം. എന്താണ്? ആദ്യം നമ്മൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കൗണ്ട് ദി ഇൻഡിപെൻഡന്റ് സോഴ്സസ്. എത്ര ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ ആ സർക്യൂട്ടിൽ ഉണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്യാം. സോ എന്നിട്ട് എന്ത് ചെയ്യും? ടോട്ടൽ റെസ്പോൺസ് വിൽ ബി ദ സം ഓഫ് ദി ഇൻഡിവിജ്വൽ റെസ്പോൺസസ് ഫ്രം ഈച്ച് സോഴ്സ്. അപ്പൊ ഓരോ സോഴ്സും നമ്മൾ ആദ്യം എത്ര സോഴ്സ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സോഴ്സ് മാത്രം അവിടെ വെച്ച് മറ്റേതിനെ ഓഫ് ചെയ്തിട്ട് ഓരോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റെസ്പോൺസ് കണ്ടുപിടിക്കുക. അതിനുശേഷം രണ്ടും എല്ലാം കൂടി എന്ത് ചെയ്യുക? ടോട്ടൽ സമ്മ് കാണുക. സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റെസ്പോൺസ് കിട്ടും. ഇതിൽ പറയുന്ന പോലെ സെലക്ട് വൺ ഇൻഡിപെൻഡന്റ് സോഴ്സ് ടു ആക്ട് അലോൺ. ആദ്യം നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സിനെ നമ്മൾ ആദ്യം എടുക്കുന്നു. അത് മാത്രം അതിൽ ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ എടുക്കുന്നു. പിന്നെ ഡിആക്ടിവേറ്റ് ഓൾ അതർ ഇൻഡിപെൻഡന്റ് സോഴ്സസ്. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഇതാണ് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ നാലാമതായിട്ട് അനലൈസ് ദി സർക്യൂട്ട് യൂസിങ് ബേസിക് ഓംസ് ലോ. അപ്പൊ നമുക്ക് ഓംസ് ലോയും KVL-ഉം KCL-ഉം കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? അതിന്റെ ഓരോ സ്റ്റേജിലും നമുക്ക് അതിനെ സോൾവ് ചെയ്യാനായിട്ട്. സോ നമുക്ക് എന്തിന്? ഫൈൻഡ് ദി ഡിസൈഡ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്യൂ ടു ദ സിംഗിൾ സോഴ്സ്. ആ സിംഗിൾ സോഴ്സ് നമ്മൾ നിലനിർത്തി വെച്ചിരിക്കുന്ന ആ സോഴ്സ് പ്രകാരം അതിൽ നിന്ന് കിട്ടേണ്ട കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ ആയിരിക്കണം നമുക്ക് കണ്ടുപിടിക്കാം. സോ അതിന്റെ ഡയറക്ഷൻ പൊളാരിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇനി ഈ 2 മുതൽ 4 വരെയുള്ള സ്റ്റെപ്പുകൾ, അതായത് ഏതാ? ആദ്യം ഇൻഡിപെൻഡന്റ് സോഴ്സ് ചൂസ് ചെയ്യുന്നു, പിന്നെ അനലൈസ് ചെയ്യുന്നു. ഈ 4 സ്റ്റെപ്പുകൾ വീണ്ടും എന്ത് ചെയ്യാം? ഓരോ ഇൻഡിപെൻഡന്റ് സോഴ്സുകൾ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം നമ്മൾ എന്ത് ചെയ്യും? ഈ 2 മുതൽ 4 വരെയുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ മൊത്തം കണ്ടുപിടിച്ചതിന് ശേഷം ആൾജിബ്രൈക്കലി സം ചെയ്യും. അതിപ്പോ പ്ലസ് ആയിരിക്കാം, മൈനസ് ആയിരിക്കാം, പ്ലസ് ആയിരിക്കാം, മൈനസ് വാല്യൂസ് കിട്ടുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. മൈനസ് വാല്യൂ പ്ലസ് വാല്യൂ ഒക്കെ കിട്ടും. അപ്പൊ അതിനെ എല്ലാത്തിനെയും കൂടി എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. സോ ഓൾ ദി ഇൻഡിവിജ്വൽ റെസ്പോൺസസ് ടു ഫൈൻഡ് ദി ടോട്ടൽ റെസ്പോൺസ്. സോ ആഡ് ഇഫ് ദി കറണ്ട് ഫ്ലോ ഇൻ ദ സെയിം ഡയറക്ഷൻ, സബ്സ്ട്രാക്ട് ഇഫ് ദ ഓപ്പോസ്. എന്ന് വെച്ചാൽ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ സെയിം ഡയറക്ഷനിലാണ്, മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അപ്പം ഒന്ന്, എത്ര ഇൻഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം എണ്ണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സിനെ മാത്രം സെലക്ട് ചെയ്യുക, മറ്റതിനൊക്കെ എന്ത് ചെയ്യുക? ഡീആക്ടിവേറ്റ് ചെയ്യുക. അത് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വഴി ഡീആക്ടിവേറ്റ് ചെയ്യുക. കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുക. നമ്മൾ ഓംസ് ലോയോ KVL-ഓ KCL-ഓ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജോ കണ്ടുപിടിക്കുക. ദെൻ വീണ്ടും അടുത്ത സോഴ്സ് ആക്റ്റീവ് ആക്കിയിട്ട് ആദ്യത്തെ ഓഫ് ചെയ്തിട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നമ്മൾ ആൾജിബ്രൈക്കലി സം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും, ടോട്ടൽ റെസ്പോൺസ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ അത്രയാണ് കാര്യങ്ങൾ ഇതിലെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ തിയറി പാർട്ടും ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻസും ഒന്ന് ഓർത്തിരിക്കുക. ശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. സോ അടുത്ത നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.